പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓപ്പോ റെനോ 8 സീരീസിൽപ്പെട്ട ഒരു ഫോണിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം ഓപ്പോ റെനോ 8 സീരീസിൽ 3 ഫോണുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓപ്പോ റെനോ 8 Z എന്നും പറയും, Z എന്നും പറയുന്നുണ്ട്. അതുപോലെ ഓപ്പോ റെനോ 8, ഓപ്പോ റെനോ 8 Pro. ഇത് മൂന്നും തന്നെ 5G ആണ് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 8Z 5G എന്ന മോഡലിൻ്റെതാണ്. ഇപ്പോൾ ഓപ്പോ റെനോ സീരീസിലൊക്കെ തന്നെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്യാമറയിലാണ്. അപ്പൊ ഈ ഒരു ഫോണിനും കമ്പനി പറയുന്നത് അടിപൊളി ക്യാമറ ക്വാളിറ്റി ഒക്കെ ആണ് എന്നാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ഫോണിന്റെ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഐറ്റം പുറത്തെടുത്തതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു ഫോൺ നമ്മൾ ഓൾറെഡി 2-3 ദിവസം യൂസ് ചെയ്തതിനു ശേഷമാണ് റിവ്യൂ ചെയ്യുന്നത്. ഈ ഒരു ഫോണിന്റെ ബോക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ് ഒരു പ്രാവശ്യം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കാം എന്തൊക്കെയാണ് ഈ ഫോണിന്റെ ബോക്സിന്റെ അകത്ത് വരുന്നത് എന്നൊക്കെ. ഇതൊരു മിഡ് റേഞ്ചിൽ വരുന്ന ഫോൺ കൂടാണ്. ഓപ്പോ റെനോ 8 സീരീസ് ഏറ്റവും കുറഞ്ഞിട്ട് വരുന്ന പ്രൈസും ഈ ഒരു ഫോണിൽ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസും ഈ ഒരു ഫോൺ ഏതൊക്കെ വേരിയന്റിലാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടി നോക്കാം. പിന്നെ സുഖമില്ലാത്തത് കൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ എത്രമാത്രം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്നറിയില്ല. അപ്പൊ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക. അപ്പൊ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കി വെക്കുക. പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് നമ്മളെ ഓപ്പോ റെനോ 8Z 5G എന്ന മോഡലിന്റെ ബോക്സ്. അപ്പൊ ബോക്സ് ഓപ്പൺ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. യൂസർ മാനുവല്, സിം എജക്റ്റിംഗ് ടൂള്, പിന്നെ നമ്മുടെ ഫോണ്, ടൈപ്പ് സി ചാർജിങ് കേബിള്, ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ, പിന്നെ ഒരു TPU കേസ്. അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം ഫോൺ നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ഓപ്പോ റെനോ 8Z 5G എന്ന മോഡല്. അപ്പൊ നമ്മളെ കയ്യിൽ വരുന്ന ഈ ഒരു വേരിയന്റ് 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജും ഉള്ള സ്റ്റാർലൈറ്റ് ബ്ലാക്ക് എന്ന കളറാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് നോക്കുന്ന സമയത്ത് UAE വരുന്നത് 1499 ദിർഹംസ് ആണ് ഈ 8GB ആൻഡ് 128GBക്ക്. അപ്പൊ ഇതിന്റെ ഓൾമോസ്റ്റ് ഒരു 28,000-30,000 രൂപയുടെ ഉള്ളിലാണ് വരുന്നത്. അപ്പൊ ഓൺലൈനിൽ ഒരു വേരിയന്റിലും കൂടെ ഈ ഫോൺ കാണിക്കുന്നുണ്ട് 8GB ആൻഡ് 256GB എന്നിങ്ങനെ. അത്യാവശ്യം വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫോണാണ്. വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കയ്യിൽ പിടിക്കുന്ന സമയത്ത്. 181 ഗ്രാം ആണ് ഇതിന്റെ ഒരു ഭാരം വരുന്നത്. അതുപോലെ തന്നെ 7.7 mm ആണ് ഇതിന്റെ ഒരു തിക്നെസ്സും ഉള്ളത്. അപ്പൊ തിക്നെസ് നോക്കുന്ന സമയത്ത് വലിയൊരു സ്ലിം ഫോണായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചെറിയൊരു തിക്കുള്ള ഫോൺ പോലെ തന്നെയാണ് തോന്നിയത്. എന്നാലും ഇൻഹാൻഡ് ഫീൽ ഒക്കെ നല്ലതാണ് ഇതിന്. ഇനി ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. കൂടാതെ ക്യാമറ ഇരിക്കുന്ന മൊഡ്യൂളിന്റെ ഭാഗത്തായിട്ട് ഒരു ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. അവിടെ ഫിംഗർ ഒക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പതിയുന്നുണ്ട്. പിന്നെ 3 ക്യാമറയും ഒരു ഫ്ലാഷാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 2 വലിയ ക്യാമറക്ക് ചുറ്റും LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ആ LED ഇൻഡിക്കേറ്റർ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തും ഫോൺ വരുന്ന സമയത്തും മെസ്സേജ് ഒക്കെ വരുന്ന സമയത്തൊക്കെ LED ഇൻഡിക്കേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അതിന് ചുറ്റും ഇങ്ങനെ കത്തുന്നത് കാണാം. ഈ ഒരു ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ രാത്രി സമയങ്ങളിലൊക്കെ ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാന്. ഇനി ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ, മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും, ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം ഫോക്കസ്, തൊട്ടടുത്ത് തന്നെ സിം ട്രേ കൊടുത്തിട്ടുണ്ട്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിന്റെ താഴ്ഭാഗത്തായിട്ട് സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, ഒരു മെയിൻ മൈക്ക്, പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്. എനിക്ക് തോന്നുന്നു ഓപ്പോ റെനോ 8 സീരീസിൽ ഈ ഒരു മോഡലിനകത്ത് മാത്രമാണ് ഇങ്ങനെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുള്ളത്. മറ്റേ 2 മോഡലും വരുന്നില്ല. ഇനി ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.43 ഇഞ്ചിന്റെ ഫുൾ HD+ AMO LED 60Hz ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. ഇതിലെ മാക്സിമം റേറ്റ് വരുന്നത് 600 Hz ആണ്. അതുപോലെ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടച്ച് പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. അവിടുന്ന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ 60 Hz റിഫ്രഷ് റേറ്റ് വരുന്നത് എന്നുള്ളൊരു പോരായ്മ എനിക്ക് തോന്നി. കാരണം ഒരു 90 Hz എങ്കിലും ഇതിൽ കൊടുക്കായിരുന്നു. പിന്നെ 85.3% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. മുകളിലും സൈഡിലും ഒന്നും തന്നെ ബെസലില്ല. ഒരു ബെസൽലെസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. താഴ്ഭാഗത്തായിട്ട് ചെറിയ രീതിയിലുള്ള ബെസൽ കാണാൻ സാധിക്കുന്നത്. എന്നാലും നമുക്കൊരു ഫുൾ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ കാണാൻ പറ്റുന്ന മാക്സിമം വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 1080 പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. അപ്പോൾ ഫോണിന്റെ ടോട്ടൽ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് AMO LED ഡിസ്പ്ലേ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിന് കിട്ടുന്നത്. ഇനി ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ Android 12 ഓപ്പോയുടെ സ്വന്തം കളർ OS ആയ 12.1 ആണ് വരുന്നത്. അതുപോലെ 1 year OS അപ്ഡേഷൻ കിട്ടും. അതായത് 13ലേക്ക് നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് കമ്പനി പറയുന്നത്. 2 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. ഇനി ഇതിൽ വരുന്നത് ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ 695 5G എന്നൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. അതുപോലെ തന്നെ അഡ്രിയോന്റെ 619 എന്നൊരു ഗ്രാഫിക്സുമാണ് ഇതിൽ വരുന്നത്.
ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 695 എന്നൊരു പ്രോസസ്സർ എത്രമാത്രം പവർഫുൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ ഒരു പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സർ ഒന്നല്ല ഇത്. ഒരു അത്ര വലിയൊരു പ്രോസസ്സർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു 30,000 പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു പ്രോസസ്സർ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് തന്നെ പറയാം. ഒരു 17,000 മുതൽ 17,000 രൂപയുടെ ഉള്ളിൽ വരുന്ന ഫോണുകളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണിത്. ആ ഒരു പ്രോസസ്സറാണ് ഈ ഒരു 30,000 റേഞ്ച് വരുന്ന ഫോണിൽ കൊടുത്തത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഫോൺ 8GB ആൻഡ് 128GB ആണ്. പിന്നെ ഓപ്പോയുടെ അധിക ഫോണിൽ ഉള്ളത് പോലെ തന്നെ ഇതിൽ നമുക്ക് റാം എക്സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2GB 3GB 5GB എന്നിങ്ങനെ നമുക്ക് റാം എക്സ്പെൻഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് കമ്പനി പറയുന്നത് ക്യാമറ ക്വാളിറ്റി ആണ്. ഇതിൽ വരുന്നത് 3 ക്യാമറ ആണ്. അതിൽ വരുന്ന മെയിൻ ക്യാമറ 64 മെഗാ പിക്സലിന്റെ ക്യാമറ ആണ്. അതുപോലെ തന്നെ 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ എന്നിങ്ങനെയാണ് ഇതിൽ ക്യാമറകൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലെടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം 8,000 മുതൽ 10,000 രൂപയുടെ ഉള്ളിലുള്ള ഫോണുകളിൽ ഇപ്പോൾ ഫുൾ HD വീഡിയോ റെസൊല്യൂഷൻ വരുന്നുണ്ട്. ഇപ്പോൾ 30,000 രൂപയുടെ ഫോൺ വരുന്ന സമയത്തും അതിലും ഫുൾ HD കൊടുത്തത് വളരെ ഒരു കുറവായിട്ട് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഇതിലുള്ള ക്യാമറ സാമ്പിൾസ് ഒക്കെ നമുക്ക് കണ്ടു നോക്കാം എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്യാമറ സാമ്പിൾസ് കണ്ടു വരുന്ന സമയത്തേക്ക് ഞാനൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. സാമ്പിൾസ് കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ക്യാമറ സൈഡ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം താല്പര്യമില്ലാത്ത ക്വാളിറ്റി തന്നെ ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഇനി ഫോണിന്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ച് ഹോൾ ആയിട്ടാണ് വരുന്നത്. 16 മെഗാ പിക്സൽ ക്യാമറ ആണുള്ളത്. അതുപോലെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമ്മുടെ സ്കിന്നിനൊക്കെ കിട്ടുന്നുണ്ട്. നല്ല സ്കിൻ ടോൺ ഒക്കെ സൂപ്പറാണ്. അപ്പോൾ സെൽഫി ക്യാമറയിൽ വലിയൊരു പോരായ്മ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുൾ HD വീഡിയോ റെസൊല്യൂഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി ഫോണിൽ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കുമാണ്. ഓപ്പോയുടെ ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള ഫോണുകളിലൊക്കെ തന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് കിട്ടുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ജസ്റ്റ് ഫിംഗർ ടച്ച് ആകുമ്പോൾ തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. അവിടെ നിന്നൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ ഫേസ് ലോക്ക് നോക്കുന്ന സമയത്തും നല്ല സ്പീഡിൽ തന്നെയാണ് ഫേസും ഡിറ്റക്റ്റ് ആയിട്ട് വരുന്നത്. അതിലും വലിയൊരു പോരായ്മ ഒന്നും തോന്നിയില്ല. അപ്പോൾ ഫേസ് ലോക്ക് ആയാലും ഫിംഗർ പ്രിന്റ് സെൻസറും നല്ല സൂപ്പറായിട്ട് വർക്കാവും. ഈ ഫോണിൽ വരുന്നത് 4500 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി ആണ്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിന്റെ കൂടെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര മിനിറ്റ് കൊണ്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് 1 മണിക്കൂർ കൊണ്ടാണ് ഫുൾ ചാർജ് ആയത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 ദിവസമൊക്കെ യൂസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ യൂസിൽ 2 ദിവസമൊക്കെ നമുക്ക് ഇതിന്റെ ചാർജ് കിട്ടുന്നുണ്ട്. ഒരു ഹെവി യൂസ് ആണെങ്കിൽ മാക്സിമം ഒരു 1 ഡേ ഒക്കെ കിട്ടുന്നുള്ളൂ. അത് നമ്മൾ വൈഫൈ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഡാറ്റ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെയും പെട്ടെന്ന് ചാർജ് തീർന്നതാണ്. ഈ വൈഫൈ യൂസ് ചെയ്യുന്നതും ഡാറ്റ യൂസ് ചെയ്യുന്നതും നല്ല ഡിഫറൻറ്റ് ഉണ്ട്. ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ചും കൂടെ ചാർജ് തീരുന്നതാണ്. ഇനി ഫോണിന്റെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 2.4 6 GHz സപ്പോർട്ടാണ്. വൈഫൈയിൽ ഹോട്ട്സ്പോട്ട് ഉണ്ട്, NFC സപ്പോർട്ടാണ്. അതുപോലെ തന്നെ വോൾട്ടി കോളിംഗ് കിട്ടുന്നുണ്ട്. 2 സിം തന്നെ 5G ആണ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്തിന്റെ വെർഷൻ വരുന്നത് 5.1 തന്നെയാണ്. പിന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്, സ്ക്രീൻ മിററിംഗ് വരുന്നുണ്ട്. പിന്നെ ഓട്ടോ കോളിംഗ് റെക്കോർഡിംഗ് അങ്ങനെയൊന്നും വരുന്നില്ല ഇതില്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ സിംഗിൾ സ്പീക്കർ ആണ് വരുന്നത്. ഇതിൽ സ്റ്റീരിയോ സ്പീക്കർ ഒന്നല്ല വരുന്നത്. എന്തായാലും ഇതിന് സൗണ്ട് ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ഇതിൽ സൗണ്ട് കേട്ട സമയത്ത് വലിയൊരു ലൗഡ് സൗണ്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സൗണ്ടാണ് ഇതിന് കിട്ടുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ ഓപ്പോ റെനോ 8Z 5G എന്ന മോഡലിന്റെ റിവ്യൂ. അപ്പൊ ഈ ഒരു ഫോൺ വെർത്തായിട്ടുള്ള ഒരു ഫോണാണോ ഈ ഒരു പ്രൈസിന് എന്ന് ചോദിക്കുകയാണെങ്കിൽ ചില പോരായ്മകൾ എനിക്ക് തോന്നി, നിങ്ങൾക്കും അതുപോലെ തന്നെ തോന്നിയിട്ടുണ്ടാവും. മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന പ്രോസസ്സർ അത്ര ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ അല്ല. ഈ ഒരു പ്രൈസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സറും അതല്ല. പിന്നെ ക്യാമറ സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഫുൾ HD വീഡിയോ റെസൊല്യൂഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് സിംഗിൾ സ്പീക്കറെ കിട്ടുന്നുള്ളൂ. ഇതിൽ സ്റ്റീരിയോ സ്പീക്കറും വരേണ്ടതായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ പോരായ്മകൾ തോന്നി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് വരുന്നത്.
എന്തായാലും നിങ്ങളെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയോളം നമ്മൾ ഓപ്പോ റെനോ 8Z 5G എന്ന മോഡലിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.